നമസ്കാരം. എം തിയറി ഉപയോഗിച്ച് ആസ്ട്രോളജിയിലെ കാലചക്രം എന്ന രീതിയിലാണ് 12 രാശികളെ ഉപയോഗിക്കുന്നത്. ഈ 12 രാശികൾക്കും കാലചക്രം അനുസരിച്ച് ഓരോ പ്രത്യേകതകളുണ്ട്. അതിനാണ് വളരെയധികം പ്രാധാന്യമായിട്ട് ഇതിലുപയോഗിക്കുന്ന ഒരു തത്വം. നിരവധി തത്വങ്ങളുണ്ട്, അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു തത്വമാണ് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഇങ്ങനെ 12 രാശികളിലായിട്ടാണ് ഒരു ഗ്രഹത്തിൻ്റെ ഒരു സൈക്കിള് വർക്ക് ചെയ്യുന്നത്. ഈ മേടം മുതൽ നോക്കുകയാണെങ്കിൽ അതിന് ഓരോന്നിനും അധിപന്മാരായിട്ടുള്ള ഓരോ ഗ്രഹങ്ങളുണ്ടായിരിക്കും. അപ്പോൾ മേടം എന്ന് പറയുന്ന രാശിയുടെ അധിപനായിട്ട് ചൊവ്വയാണ് വരുന്നത്. ഇടവത്തിനാണെങ്കിൽ വരുന്നത് ശുക്രനാണ്. അതുപോലെ മിഥുനത്തിനാണെങ്കിൽ ബുധനാണ് വരുന്നത്. അതുപോലെ കർക്കിടകം വരുന്നത് ചന്ദ്രനാണ്. ചിങ്ങമാണെങ്കിൽ അവിടെ വരുന്നത് സൂര്യനാണ്. അതുപോലെ കന്നിയിൽ ബുധൻ തന്നെയാണ് വരുന്നത്. അതുപോലെ കന്നി കഴിഞ്ഞാൽ തുലാം രാശിയിൽ വരുന്നത് ശുക്രനാണ്. അതുപോലെ ശുക്രൻ കഴിഞ്ഞാൽ അടുത്ത കന്നി, തുലാം, വൃശ്ചികത്തിൽ വരുന്നത് ചൊവ്വ. ധനുസ്സിൽ വരുന്നത് വ്യാഴമാണ്, അതായത് ഗുരുകർമ്മയാണ് വരുന്നത്. അതുപോലെ ഗുരുവിന് ശേഷം അടുത്ത വരുന്നത് മകരത്തിൽ ശനിയാണ്, കുംഭത്തിലും ശനിയാണ്. രണ്ടെണ്ണത്തിലും ശനി തന്നെയാണ് വരുന്നത്. അപ്പോൾ ചൊവ്വയ്ക്കും ഇതുപോലെ 2 രാശികൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. വ്യാഴത്തിനും 2 രാശികളുണ്ട്, മീനവും ധനുസും. അതുപോലെ ബുധന് ഇതുപോലെ തന്നെ കന്നിയിലും മിഥുനത്തിലും. സൂര്യനും ചന്ദ്രനും ഓരോന്നാണ്. ശുക്രനും ഇതുപോലെ തന്നെ 2 രാശികൾ അധിപന്മാരായിട്ട് നിൽക്കുന്നുണ്ട്. ഈ രീതിയിലാണ് കാലചക്രത്തിൻ്റെ പ്രത്യേകതകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രാശികളിൽ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ഈ അധിപന്മാരുടെ ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായിരിക്കും. കൂടാതെ മറ്റേതെങ്കിലും ഗ്രഹങ്ങൾ ഇതുപോലുള്ള ഏതെങ്കിലും രാശികളിൽ നിൽക്കുകയാണെങ്കിൽ അതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം. താങ്ക് യു.